ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോക്കോ F3 GT വേഴ്സസ് OnePlus Nord 2 ഗെയിമിംഗ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പബ്ജി ആണ്, ദാറ്റ് മീൻസ് നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ രണ്ടിലും സെയിം ടൈമിൽ ഓപ്പൺ ചെയ്യാം. സോ ഇൻ 3, 2, 1 ആൻഡ് ഗോ. സോ ഗൈസ്, ആൻഡ് മീൻ വൈൽ ഞാൻ രണ്ടിനും FPS മീറ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ FPS മീറ്റർ. ടെമ്പറേച്ചർ 34 ഡിഗ്രിയിലാണ് ഇപ്പോൾ നമ്മുടെ പോക്കോ F3 GT നിൽക്കുന്നത്. ആൻഡ് മീൻ വൈൽ നമ്മുടെ പവർ മൗണ്ട് എന്നുള്ള ഫീച്ചർ ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ FPS കാണാൻ പറ്റും. ആൻഡ് മീൻ വൈൽ നമ്മുടെ നോഡ് 2ലും സെയിം തന്നെയാണ്. ഓക്കെ സോ നമുക്ക് ഇവിടെ FPS കാണാൻ പറ്റും. ഇത് 90 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഉള്ളൊരു ഡിസ്പ്ലേ ആണ്. ആൻഡ് നമ്മുടെ F3 GT 120 ഹെർട്സും. സോ നമുക്കിവിടെ ടെമ്പറേച്ചർ കാണാൻ പറ്റും 32 ഡിഗ്രി. ഓക്കെ സോ ഗൈസ്, രണ്ടിൻ്റെ സെറ്റിങ്സ് കാണിച്ചു തരാം. സെറ്റിങ്സ് ഗ്രാഫിക്സ്, ഇതാണ് നമ്മുടെ പോക്കോ F3 GT ഗ്രാഫിക്സ്. ബൈ ഡീഫോൾട്ട് നമുക്ക് സ്മൂത്തിൽ എക്സ്ട്രീം വരെ കിട്ടുന്നുള്ളൂ. ഞാൻ കോൺഫിഗ് ഫയൽ വെച്ചിട്ടാണ് 90 FPS സെറ്റ് ചെയ്തേക്കണേ. ഓക്കെ ഉണ്ടോ, ബൈ ഡീഫോൾട്ടാണ് നമുക്ക് സ്മൂത്തിൽ എക്സ്ട്രീം വരെ കിട്ടുന്നുള്ളൂ. പിന്നെ നമുക്ക് കിട്ടുന്നത് ബാലൻസ്ഡിനകത്ത് HDR ഓപ്ഷൻസ് നമുക്ക് ബാക്കി കിട്ടുന്നത്. ഓക്കെ സോ സ്മൂത്ത് എക്സ്ട്രീം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആൻഡ് മീൻ വെൽ ഇതിനും അങ്ങനെ സെറ്റ് ചെയ്തേക്കാണ്. 90 FPS ഞാൻ ബൈ ഡീഫോൾട്ട് കോൺഫിഗ് ഫയൽ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത് 90 FPS. ഓക്കെ ആണോ. ഓക്കെ സോ ഗൈസ്, നമ്മുടെ പോക്കോ F3 GT പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഗെയിമിംഗ് ട്രിഗേഴ്സ് ഉണ്ട് ഓപ്പണിൽ. സോ ഉണ്ടോ, ഇവിടെ ട്രിഗർ ഓപ്പണായി, ഇവിടെ ട്രിഗർ ഓപ്പണായി, കണ്ടോ രണ്ട് ട്രിഗേഴ്സ് ഉണ്ട്. സോ നമുക്ക് ഈ ട്രിഗർ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ ജസ്റ്റ് ഡൗൺ ചെയ്യാം. നമുക്കിവിടെ ഓപ്ഷൻസ് കിട്ടും. നമുക്ക് ഈ ട്രിഗേഴ്സ് സെറ്റ്, ദാറ്റ് മീൻസ് ഏതൊക്കെ ബട്ടണിലേക്ക് നമുക്ക് വേണം അസൈൻ ചെയ്യാൻ വേണ്ടി. സോ ലെഫ്റ്റ് റൈറ്റ് രണ്ട് ഓപ്ഷൻസ് ആണ് കിട്ടും. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുക, കണ്ടോ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ബട്ടൺ ഇവിടെയാണ് നമുക്ക് ഞാൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കൊണ്ട് ഇടുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെയാണ് വേറെ ഏതെങ്കിലും ക്രൗളോ അങ്ങനെ ഏത് ബട്ടണാണെങ്കിൽ നമുക്ക് അവിടെ അസൈൻ ചെയ്ത് തരാം. ഓക്കെ ഇവിടെ എൻ്റെ അടുത്ത് അസൈൻ ചെയ്തിട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻ ചെയ്യുക. ഓക്കെ ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ സോ ഞാൻ രണ്ട് ദാറ്റ് മീൻസ് നമ്മുടെ ഇതിനായിട്ടാണ് അസൈൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഷൂട്ടറിനാണ് രണ്ടും അസൈൻ ചെയ്യാൻ പോണേ. ഓക്കെ സോ ഗെയിമിംഗ് ട്രിഗേഴ്സ് കൊണ്ടിട്ടു. ഇത് എല്ലിൽ, ദാറ്റ് മീൻസ് നമ്മുടെ ഇവിടെ ഇത് അതേപോലെ നമ്മുടെ ഇവിടെയും കൊണ്ടിട്ടു. എന്നിട്ട് സേവ് കൊടുക്കുവാണ്. ഓക്കെ ഡൺ ഗൈസ്, സേവ് കൊടുത്തു. ഞാൻ ട്രിഗർ പ്രസ് ചെയ്യാണ്, കണ്ടോ. സോ നാവിഗേഷൻ ഇങ്ങനെ പോവാം. ഓ ഗൈസ് പൊളിയാണ് കേട്ടോ. കുറച്ച് കളിച്ച് ശീലമായി കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പബ്ജി കളിക്കാറുള്ള ആളാണ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇട്ടേക്കണേ. ഓക്കെ സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് കറൻറ്റ്ലി FPS കാണുന്നത് ഇതാണ് നമ്മുടെ FPS. 90, 88 FPS ഉണ്ടോ. 90 FPS ഞാൻ മാറ്റി കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ നോർമലാക്കാം. സെറ്റിങ്സ് ഗ്രാഫിക്സ് ശ്രദ്ധിച്ചോട്ടോ. ഇപ്പോൾ 80 കാണിക്കുന്നുണ്ട്. ഇത് സ്മൂത്ത് മാറ്റിയിട്ട് എക്സ്ട്രീം ആക്കുക കേട്ടോ. എക്സ്ട്രീം ആക്കി സേവ് കൊടുത്തു. ഓക്കെ കണ്ടോ. സോറി, അതൊന്ന് സെറ്റ് ചെയ്യട്ടെ. സോ ഗൈസ്, ഇപ്പോൾ കണ്ടോ അതെ 59 തന്നെയായി, കണ്ടോ 59, 61 തന്നെ കിട്ടുന്നുള്ളൂ. സെക്കൻഡ് വൺ ആയിട്ട് നോക്കണം. മറ്റേ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ആണ്. ഇതാണ് നമ്മുടെ പബ്ജിയിൽ റിഫ്രഷ് റേറ്റ് 60 FPS ആണ് കിട്ടുന്നത്. സോ ഞാൻ ബാക്ക് ടു 90 FPS തന്നെ ആക്കാം. സോ സ്മൂത്ത് 90 FPS ഓക്കെ കൊടുത്തു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ മാറും കേട്ടോ. ഓക്കെ കൊടുത്തു, ഉണ്ടോ 86, 90. ഓക്കെ നമുക്ക് എൻ്റെ സ്മൂത്ത്നെസ് ജസ്റ്റ് ചെക്ക് ചെയ്യാം. കൊള്ളാം. സോ മീൻ വൈൽ നമുക്ക് ഇതും ജസ്റ്റ് ആ ടൈം നോക്കാം. നമ്മുടെ നോഡ് 2. സോ നോഡ് 2ലും ഗെയിമിംഗ് ട്രിഗേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ടെമ്പറേച്ചർ 39 ഡിഗ്രി സെൽഷ്യസ് ആയി, ഉണ്ടോ കാണാൻ പറ്റും നിങ്ങൾക്ക് 39. ഓ ഗായ സ്മൂത്ത്നെസ് എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ ഒരു രക്ഷയില്ലാത്ത സ്മൂത്ത്നെസ് ആണ്. ഓക്കെ ഉണ്ടോ, നല്ല ഇൻസ്റ്റൻ്റ് 90 FPS നമുക്ക് എപ്പോഴും കിട്ടണുണ്ടോ. പക്ക 90 തന്നെ നിൽക്കുക സ്റ്റേബിളായിട്ട്. സോ നമുക്ക് ടെമ്പറേച്ചർ മാറിക്കാൻ ചിലപ്പോൾ FPS വ്യത്യാസം വന്നേക്കാം. ഓക്കെ ഓക്കെ നമ്മുടെ ഗെയിമിംഗ് ട്രിഗർ വെച്ചിട്ട്
ഓഫ്, നൈസ് ആണ്. ഒന്ന് സിങ്ക് ആവണം. ഞാൻ പെട്ടെന്ന് ഇതേപോലെ തന്നെ നോക്കി. ഓക്കെ, കൊള്ളാം, നൈസ് ആയിട്ടുണ്ട്. സോ ഗൈസ്, മീൻവെൽ നമ്മുടെ നോഡ് 2 പ്ലേ ചെയ്യാം നമുക്ക്. ഓക്കെ, ജസ്റ്റ് ഇവിടെ ജമ്പ് ചെയ്യാൻ പോകാം കേട്ടോ. സോ ഗൈസ്, നമ്മുടെ നോഡ് 2 കട്ടയ്ക്ക് സ്മൂത്താണ് കേട്ടോ. സോ 36 നമ്മൾ ഇപ്പോൾ ടെമ്പറേച്ചർ നിൽക്കണേ. ആൻഡ് എന്താണ് നമ്മുടെ ഇത് കണ്ടോ, 43 ടെമ്പറേച്ചറിൽ 43 to 45 ആണ് ടെമ്പറേച്ചർ തന്നെ. ഓക്കെ, നോഡ് 2. സോ ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ മെയിൻറ്റെയിൻസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ ഇത് തന്നെയാണ്, നോഡ് 2 ആണ്. ആക്ച്വലി ഇപ്പോൾ ഇത് എക്സാക്റ്റ് കാണിച്ചേക്കുന്നത് നമ്മുടെ പവർ മൗണ്ടിലെ ടെമ്പറേച്ചറാണ് ടു ബി നമുക്ക് എക്സാക്റ്റ് എന്ന് പറയാൻ പറ്റുക. 46.1 ആണ് നമ്മുടെ ബിൽറ്റിനാണ് പവർ മൗണ്ടർ എന്ന് പറഞ്ഞ സാധനം. കണ്ടോ, ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, 46.1 കാണിക്കുന്നുണ്ട്. ഇച്ചിരി ബ്രൈറ്റ്നസ് കുറയ്ക്കാം. കണ്ടോ, 46.3 ആണ് ഇപ്പോഴത്തെ കറണ്ട് ടെമ്പറേച്ചർ കാണിച്ചേക്കണേ. ഓക്കെ, ആൻഡ് നമ്മുടെ നോഡ് ഇവിടെ കാണിച്ചേക്കുന്നത് 36 ഡിഗ്രിയാണ്. രണ്ടും സ്മൂത്ത് 90 FPS പ്ലേ ചെയ്തുകൊണ്ടിരിക്കണേ. സോ ഗൈസ്, രണ്ടിലും ഇത്ര നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ 47 വരെ ആയിട്ട് നമ്മുടെ പവർ മോഡലിലെ ടെമ്പറേച്ചർ കാണിച്ചിട്ട് 47 വരെ കാണിച്ചു. മറ്റേ നമ്മുടെ ദിസ് വൺ നമ്മുടെ നോഡ് 2 39 ആണ് കാണിച്ചിരിക്കണേ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് രണ്ടും ക്ലോസ് ചെയ്യാം. ആൻഡ് വൺ മോർ തിങ് ഉണ്ട് ഗൈസ്, നമ്മുടെ ഇതിനകത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് 185 FPS ഡ്രോപ്പ് ആയി നമ്മുടെ 90 കണ്ടത്. ഇപ്പോൾ 91 85 വരെ ആയിരുന്നു, പിന്നെ 90 തന്നെ ആവുകയാണ്. ഇടയ്ക്ക് 85 വരെ ഡ്രോപ്പ്. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ദാറ്റ് മീൻസ് 47.1 വരെ ടെമ്പറേച്ചർ വന്നേക്കണേ. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും പവർ മോണിറ്ററിൽ. സോ ഇത്ര ആയി കഴിഞ്ഞു. പക്ഷേ സ്മൂത്ത്നെസ്സിന് ഒരു കുറവില്ല കേട്ടോ. ബട്ട് സ്റ്റിൽ ഇവിടെ നമുക്കൊരു ഹീറ്റിംഗ് അത്യാവശ്യം വാമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ഈ പാനൽ മൊത്തമായിട്ട് വാം ഫീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ബാക്ക് പാനൽ അത്യാവശ്യം നല്ല രീതിയിൽ വാം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് പെട്ടെന്ന് തന്നെ കൂടാവുന്നുണ്ട്. നമ്മൾ 90 FPS ഇട്ട് നമുക്ക് മാറ്റി കളിച്ചിട്ടാണ്. നോർമലി കളിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. ഇപ്പോൾ നമ്മുടെ ബാക്ക് പാനൽ ടോട്ടലി വാം ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിവിടെ ഓഫ് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ F3 GT വേഴ്സസ് നമ്മുടെ ഇത് നോക്കുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നമ്മുടെ ട്രിഗേഴ്സ് ഉള്ള നല്ല ഇമ്മേഴ്സീവ് ഗെയിം എക്സ്പീരിയൻസ്. ഞാൻ PUBG അങ്ങനെ ശീലമില്ലാത്ത കാരണം എനിക്കങ്ങനെ അടിപൊളി കളിക്കാൻ പറ്റിയില്ല. സോ ബട്ട് നിങ്ങൾ ശീലിച്ച ആളാണ്, ദാറ്റ് മീൻസ് അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ട്രിഗേഴ്സ് വെച്ച് യൂസ് IQ7 ലെജൻഡ്, കാരണം ഡിസ്പ്ലേ തന്നെ ട്രിഗേഴ്സ്. സോ ഇത് അടിപൊളിയാണ്. നല്ല ടാക്ടൈൽ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടി നമുക്ക് ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്ത് പറഞ്ഞിട്ട് എത്രയും ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് ഒരു 45 ഡിഗ്രി വരെ ഹീറ്റായി എന്ന് പറയാം അപ്രോക്സിമേറ്റ്ലി. ബട്ട് പെട്ടെന്ന് തന്നെ കൂടാതെ ഇപ്പം തന്നെ ജസ്റ്റ് 42 ജസ്റ്റ് 1 മിനിറ്റ് തന്നെ 42 കിട്ടുന്നു. ഇൻസ്റ്റൻറ്റ് റാപ്പിഡായിട്ട് കൂളിംഗ് സംഭവിച്ചു. എനിക്ക് നോഡിനേക്കാൾ നന്നായിട്ട് ഇതിനകത്ത് കൂളിംഗ് സംഭവിച്ചിട്ടുണ്ട്. ജസ്റ്റ് നോക്കട്ടെ. ഉണ്ട്, നോഡ് ഇപ്പോഴും 38 ദാറ്റ് മീൻസ് 39 40 വരെ നോഡ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ നോഡിനേക്കാളും ഫാസ്റ്റായിട്ട് ഇത് കൂളാവുന്നുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാം. സോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആപ്സ് എല്ലാം ക്ലിയർ ചെയ്യുവാണ്. ഓക്കെ, സോ കോൾ ഓഫ് ഡ്യൂട്ടി. ഓക്കെ, നമ്മുടെ ഇതിനകത്ത് കോൾ ഓഫ് ഡ്യൂട്ടി എടുക്കട്ടെ. ഓക്കെ, ഇൻ 3 2 1 ആൻഡ് ഗോ. സോ ഗൈസ്, നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി ഓൺ പോക്കോ F3 GT. സോ അതേപോലെ ഞാൻ ട്രിഗേഴ്സിലാണ് സെറ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മളിവിടെയാണ് ട്രിഗേഴ്സ്. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റത്തെ ട്രിഗർ ഞാനിവിടെ സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ട്രിഗർ ഞാനിവിടെ സെറ്റ് ചെയ്തു. സേവ് കൊടുത്തു. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഒന്ന് സൈഡാക്കാണ്. ജസ്റ്റ് ഈ സൈഡാകാം. ഓക്കെ, സോ ഗൈസ്, പൊള്ളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല.
ഓ ഗായ്സ്, ഒരു രക്ഷയിലോട്ട് നമ്മുടെ ട്രിഗർ. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ടൈമാണ് ഇതിനകത്ത് കളിക്കുന്നത്, ബട്ട് സ്റ്റിൽ ഇപ്പോഴാണ് ഒരു കില്ല് സംഭവിച്ചത്. ഓഫ് ഗായ്സ്, ഓഫ് ഒരെണ്ണം കിട്ടി. Oh, guys. ചുമ്മാ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി എനിക്ക് കളിച്ച ശീലമുണ്ട്. ഓക്കെ, സോ ദാറ്റ് വാസ് കോൾ ഓഫ് ഡ്യൂട്ടി. ചുമ്മാ ലിറ്റ് പെർഫോമൻസ്, ഒരു രക്ഷയില്ലാത്ത ഗെയിമിംഗ് ആയിരുന്നു കോൾ ഓഫ് ഡ്യൂട്ടി. എടുത്ത് പറയേണ്ട തന്നെയായിരുന്നു. വലിയ ടെമ്പറേച്ചർ ഗെയിൻ ഉണ്ടായിട്ടില്ല. ദാറ്റ് മീൻസ് ജസ്റ്റ് 1% ഒരു ടെമ്പറേച്ചർ കൂടിയിട്ടുള്ളൂ. പക്കയാണെന്നാണ് നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി. സോ ഇനി നമുക്ക് സെയിം സംഭവം അങ്ങ് നോഡിൽ കളിക്കാം. ഏതാണ് ബെറ്റർ പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ. എന്നിട്ട് സോ ഗൈസ്, നമുക്ക് നോഡ് 2-നകത്ത് നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാം. സോ കോൾ ഓഫ് ഡ്യൂട്ടി, ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഗൈസ്, നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാം. സോ മൾട്ടിപ്ലെയർ, കോർ, സോ സ്റ്റാർട്ട്. സോ 34 ഡിഗ്രി ഉണ്ട് ഇപ്പോൾ ടെമ്പറേച്ചർ കാണിക്കണേ. സോ ജസ്റ്റ് കീപ് ഇറ്റ് അസൈഡ്. Okay, so guys, let's start. Smoothness ഉണ്ട്, ബട്ട് ആക്ച്വലി കുറച്ചും കൂടെ സ്മൂത്ത് എനിക്ക് F3 Gt ലൈറ്റായിട്ട് കുറച്ചും കൂടെ ഇതിനേക്കാൾ.
Okay, guys. സോ ഗൈസ് നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി നോഡ് 2 പക്കയായിട്ട് ഹാൻഡിൽ ചെയ്തു. എനിക്കൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല. ഫ്രെയിം ഡ്രോപ്പ് ഈവൻ ടെമ്പറേച്ചർ ഒരു വലിയ ജസ്റ്റ് 40 വരെ നമ്മൾ പബ്ജിയിൽ 40 BGMI 40 വരെ എത്തിയത് ജസ്റ്റ് 1-2% ഒക്കെ ഇവിടെ ഹൈപ്പ് വന്നുള്ളൂ. അത് മാത്രം നമുക്കിവിടെ നല്ലൊരു കൂൾ ആംബിയൻസ് ആണ്. വാം ആയോ എന്ന് ചോദിച്ചാൽ പോലും വാം ആയിട്ടില്ലെന്ന് വേണം പറയാം. അങ്ങനത്തെ ഒരു നല്ല രീതി നമ്മുടെ നോഡ് മേടിച്ചിട്ടുണ്ട്. മീൻ വല്ല പോക്കോ F3 ഇച്ചിരി വാമായി, ബട്ട് ഇമ്മിഡ് സഡൻ ആയിട്ട് തന്നെ ഇത് കൂളും ആവുന്നുണ്ട്. നല്ല രീതിയിലുള്ള കൂളിംഗ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. സോ പീക്ക് പെർഫോമൻസ് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടെ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് പെർഫോമൻസ് മീൻസ് ആ സ്മൂത്ത്നെസ്സും കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് നമ്മുടെ ഇതിനകത്ത് തന്നെയാണ്. പിന്നെ ഒബ്വിയസ്ലി ഇച്ചിരി വാം ആവും, ബട്ട് ഇൻസ്റ്റൻ്റ് അതിനകത്ത് കൂടുതലാവും. കുറച്ചും കൂടെ വാം ആവേണ്ട വെച്ച് നോക്കുമ്പോൾ ഇത് ഇച്ചിരി ഓൺ ദ ബാഡ് സൈഡാണ്. ഇച്ചിരി കൂടെ കൂടുതൽ വാം ആവേണ്ടത് നമ്മുടെ നോട്ട് വെച്ച് നോക്കും. ബട്ട് പെർഫോമൻസ് സൈഡ് വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഡെഫിനറ്റ്ലി അടിപൊളിയായിട്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ട്രിഗേഴ്സ് ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ കളിക്കണേ. എനിക്ക് ഇപ്പം തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടിപൊളിയായിരിക്കും നിങ്ങൾ മറ്റേ 3 ഫിംഗർ ക്ലോയും കാര്യങ്ങളൊക്കെ കളിക്കുകയാണെങ്കിൽ. സോ ദാറ്റ്സ് ഓൾ ഗൈസ് regarding the gaming review. Signing off, it's Phone Mania.